ഒറിജിൻ ആൻഡ് ഗ്രോത്ത് ഓഫ് പാർട്ടി സിസ്റ്റം ഇൻ ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിൽ എങ്ങനെയാണ് പാർട്ടി സിസ്റ്റം എമർജ് ചെയ്തത്, അതിൻ്റെ വളർച്ച എന്നതാണ്. മേ ബി എസ് എ ആയിട്ടൊക്കെ എന്ത് ചെയ്യാൻ സാധ്യതയുള്ളതാണ്. The Glorious Revolution of 1658 was an important landmark in the growth of constitutional development in England. ഇംഗ്ലണ്ടിലെ ഭരണഘടന പുരോഗതിയുടെ വളർച്ചയ്ക്കുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലായിരുന്നു 1658 ഗ്ലോറിയസ് റവല്യൂഷൻ അഥവാ രക്തരഹിത വിപ്ലവം എന്ന് പറയുന്നു. ദ പാർലമെൻ്ററി ഗവൺമെൻറ് ഗ്രോത്ത് ഇൻ ഇംഗ്ലണ്ട് ആഫ്റ്റർ ദ ഗ്ലോറിയസ് റവല്യൂഷൻ. ഇംഗ്ലണ്ടിൽ പാർലമെൻ്ററി ഗവൺമെൻറ് രൂപീകരിച്ചത് ഈ ഗ്ലോറിയസ് റവല്യൂഷന് ശേഷമായിരുന്നു. ഫോർ ദ സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് ദ പാർലമെൻ്ററി സിസ്റ്റം എ വെൽ ഓർഗനൈസ്ഡ് പൊളിറ്റിക്കൽ പാർട്ടീസ് ആർ നീഡഡ്. അപ്പോൾ ആ പാർലമെൻ്ററി സിസ്റ്റം ശരിയായ രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ ഒരു വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള വളരെ ശക്തമായ ഒരു പാർട്ടി സംവിധാനവും അവിടെ എന്ത് ചെയ്തു ആവശ്യമായിരുന്നു. The majority party in the parliament was ruling authority. അപ്പോൾ അവിടെ ഭൂരിപക്ഷമുള്ള പാർട്ടി എല്ലായ്പ്പോഴും എന്താ ഭരണകക്ഷിയായിട്ട് എന്ത് ചെയ്യുന്നു, അധികാരത്തിൽ വരുന്നു. They are given in the constitutional suggestions. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, ഭരണഘടനാപരമായിട്ടുള്ള നിർദ്ദേശങ്ങളും എന്തുവാ എങ്ങനെ ഭരിച്ചുകൊണ്ട് പോകണമെന്ന് എന്ത് ചെയ്യുന്നു നൽകിയിരുന്നു. So both the ruling party and the opposition party are the equal importance in the parliamentary system of government. ഒരു പാർലമെൻ്ററി ജനാധിപത്യ സമ്പ്രദായത്തിൽ രണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്കും, റൂളിംഗ് പാർട്ടിക്കും ഒപ്പോസിഷൻ പാർട്ടിക്കും എന്താണ് ഒരേപോലെ പ്രാധാന്യം. കാരണം ഒരു ഡെമോക്രസിയുടെ നിലനിൽപ്പ് തന്നെ എങ്ങനെയാണ് പാർട്ടി സിസ്റ്റത്തെ അടിസ്ഥാനമാക്കിയാണ്. അപ്പോൾ അത് റൂളിംഗ് പാർട്ടി എഫക്റ്റീവായി പ്രവർത്തിക്കണമെങ്കിൽ അതിനേക്കാൾ എഫക്റ്റീവായിരിക്കണം ആര്, ഒപ്പോസിഷൻ പാർട്ടി ആണ്. ഈ ഒപ്പോസിഷൻ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല എന്ന് പറയുന്നത് ദേ ആർ ആൾവേസ് ട്രൈങ് ടു ക്രിട്ടിസൈസിങ് ദ റൂളിംഗ് പാർട്ടീസ് പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ്. റൂളിംഗ് പാർട്ടികളുടെ നയങ്ങളെയും പ്രോഗ്രാംസിനെയൊക്കെ എന്ത് ചെയ്യുന്നു, വിമർശിക്കുന്നു. അതാണ് ആരുടെ ചുമതല, ഒപ്പോസിഷൻ്റെ. അപ്പോൾ ഒരു ഒപ്പോസിഷൻ പാർട്ടി എഫക്റ്റീവായിട്ടുണ്ടോ എങ്കിൽ മാത്രമേ റൂളിംഗ് പാർട്ടിക്ക് എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ, ശരിയായ രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് കഴിയും. കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഡെമോക്രസിയിൽ പാർട്ടികളുടെ സ്ഥാനം എന്ന് പറഞ്ഞ് 10ാം ക്ലാസ്സിൽ കണ്ട ചോദ്യം പിള്ളേർ പിന്നെ അതിന് എഴുതിയതേ പാർട്ടിക്ക് യാതൊരു സ്ഥാനമില്ല, പാർട്ടി ജനങ്ങളെ നശിപ്പിക്കുക, ജനങ്ങളുടെ സമയം കളയാൻ. ഇപ്പോഴത്തെ കുട്ടികളുടെ അഭിപ്രായം എഴുതിയത് ശരിക്കും സിസ്റ്റമാറ്റിക്കായിട്ട് പറയുമ്പോൾ എഫക്റ്റീവ് ക്രിറ്റിസിസം ആണ്. പാർലമെൻ്റ് സിസ്റ്റത്തിനകത്ത് ഡെമോക്രസിയുടെ നിലനിൽപ്പ് തന്നെ പോളിസിറ്റി അടിസ്ഥാനമാക്കണം. വിത്തൗട്ട് എ പൊളിറ്റിക്കൽ പാർട്ടി ഡെമോക്രസി കനോട്ട് സസ്റ്റെയിൻ എന്ന് നമുക്ക് പറയാം. ഒരിക്കലും നിയമപരത്തിലാണ് എഴുതാൻ പറ്റുന്നത്. Okay, the parliamentary system of government was first established in England. ഇപ്പോൾ ഇംഗ്ലണ്ടിലാണ് ആദ്യമായിട്ട് എന്തുണ്ടാവുന്നത്, പാർലമെൻ്ററി സമ്പ്രദായം ഉണ്ടാവുന്നത്. ദ പൊളിറ്റിക്കൽ പാർട്ടീസ് ആർ ആൾസോ ഫസ്റ്റ് അറോസ് ഇൻ ദാറ്റ് കൺട്രി. രാഷ്ട്രീയ പാർട്ടികളും ആദ്യമായിട്ട് ആവിർഭവിച്ചത് ബ്രിട്ടനിലായിരുന്നു. ഇൻ ദ ഡേയ്സ് ഓഫ് ക്വീൻ എലിസബത്ത് In the days of Queen Elizabeth, the Puritans of the English Parliament began to oppose Queen in certain matters. അപ്പോൾ ഈ എലിസബത്ത് രാജ്ഞിയുടെ ഭരണകാലഘട്ടത്തിൽ ഇംഗ്ലീഷ് പാർലമെൻറ്റിൽ ഒരു വിഭാഗം ആളുകളായിരുന്നു പ്യൂരിറ്റൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഗ്ലോറിയസ് റവല്യൂഷൻ എടുത്തപ്പോൾ. അപ്പോൾ ആ പ്യൂരിറ്റൻസ് എന്ന് പറയുന്ന ഈ ഒരു വിഭാഗം എന്ത് ചെയ്യാൻ തുടങ്ങി, രാജ്ഞിയെ പല കാര്യങ്ങളിലും വിമർശിക്കാനായിട്ട് തുടങ്ങുന്നു. The opposition became stronger in the days of Charles I, the Stuart King. അപ്പോൾ സ്റ്റുവർട്ട് രാജവംശത്തിലെ രാജാവായിരുന്ന ചാൾസ് ഫസ്റ്റിൻ്റെ കാലഘട്ടമായപ്പോഴേക്കും ഈ ഒപ്പോസിഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്രതിപക്ഷം എന്ന് പറയുന്ന എന്താണ് വളരെയധികം ശക്തമായിട്ട് എന്ത് ചെയ്യുന്നു, മാറുന്നു. ദെൻ എ സെക്ഷൻ ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റ് wanted to limit the great powers of the king. അപ്പോൾ ഈ പാർലമെൻറ്റിൽ തന്നെ ഒരു വിഭാഗം ആളുകൾക്ക് രാജാവിൻ്റെ അധികാരത്തിൽ പരിമിതി കൊണ്ടുവരണമെന്ന് എന്ത് ചെയ്തു, ആഗ്രഹിച്ചു. ദേ സ്റ്റുഡ് ഫോർ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി. അതുകൊണ്ട് അവർ എന്തിനു വേണ്ടിയില്ലായിരുന്നു, ഒരു ഭരണഘടനാപരമായ ഏകാധിപത്യ സമ്പ്രദായം സ്ഥാപിക്കുവാൻ വേണ്ടി അവർ നിലകൊള്ളുക ചെയ്യും. അനദർ ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ് ഡിസൈഡഡ് ടു അലോ ദ കിങ്സ് ഗ്രേറ്റ് പവേഴ്സ്. മറ്റൊരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും, ഇപ്പോൾ ഒരു ഗ്രൂപ്പ് രാജാവിൻ്റെ ആ ഗ്രേറ്റ് പവേഴ്സിനെ എതിർത്തപ്പോൾ മറ്റൊരു ഗ്രൂപ്പ് എന്ത് ചെയ്തു, രാജാവിൻ്റെ കൂടുതൽ അധികാരങ്ങൾ നൽകണമെന്ന് പറയുന്ന ഒരാവശ്യം എന്ത് ചെയ്തു,
മുന്നോട്ട് വെച്ചു. ദേ സ്റ്റുഡ് ഫോർ എ മൊണാർക്കി. അപ്പോൾ ഒരു ഏകാധിപത്യ പ്രവണതയ്ക്ക് വേണ്ടി അവർ എന്ത് ചെയ്തു? മറ്റൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിയാണ് ആവശ്യപ്പെട്ടത്. ഇവരെന്താണ്? രാജാവിന് മൊണാർക്കി കൊടുക്കണം. സോ ദിസ് ഇൻസിഡൻറ്റ് ലെഡ് ടു എ സ്പ്ലിറ്റ് ഇൻ ദ പാർലമെൻറ്റ്. അപ്പോൾ ഇതെന്തൊരു കാരണമാകുന്നു? പാർലമെൻറ്റിൽ ഒരു വിഭജനം ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. ദിസ് സ്പ്ലിറ്റ് ആൾസോ ഡെവലപ്ഡ് ഇൻ ടു എ സിവിൽ വാർ. ഈ ഒരു വിഭജനം ഒരു ആഭ്യന്തര യുദ്ധത്തിലേക്കും ഇവിടെ എന്ത് ചെയ്തു? വഴിതെളിക്കുകയും ചെയ്തു. These who supported the king were called cavaliers or royalists. Those who were against the king were called roundheads or parliamentarians. ഇപ്പോൾ രണ്ട് വിഭാഗം ഉണ്ടാകുന്നു. രാജാവിനെ അനുകൂലിച്ചിരുന്ന ആളുകൾ കവലിയേഴ്സ് അല്ലെങ്കിൽ റോയലിസ്റ്റുകൾ എന്ന പേരിലും, രാജാവിനെ എതിർത്തിരുന്ന ആളുകൾ റൗണ്ട് ഹെഡ്സ് അല്ലെങ്കിൽ പാർലമെന്റേറിയൻസ് എന്ന പേരിൽ എന്ത് ചെയ്തു? അറിയപ്പെടുക. പൊളിറ്റിക്സിലുണ്ടല്ലോ. In 1660 the monarchy was restored. In 1660 when monarchy was restored, അതായത് മൊണാർക്കി റീസ്റ്റോർ ചെയ്യാനുള്ള കാരണമെന്ന് പറയുന്നത് അവിടെ എന്താണ്? ഒളിവർ ക്രോംവെലിൻ്റെ നേതൃത്വത്തിൽ ഒരു റിപ്പബ്ലിക്കൻ റഷീം എവിടെ ഉണ്ടായിരുന്നു? ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് ഇവരെന്ത് ചെയ്തത്? 1660 കൂടി ആ ഒരു മൊണാർക്കി സിസ്റ്റത്തെ റീസ്റ്റോർ ചെയ്യുകയും ദ പ്രാക്ടീസ് കെയിം ടു ബി കാൾഡ് ദ കൺവേർട്ട് പാർട്ടി ആൻഡ് ദ കൺട്രി പാർട്ടി. അപ്പോൾ ആ ഒരു പ്രാക്ടീസിൻ്റെ ഫലമായിട്ട് രണ്ട് ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നു? ഇവിടെ ഉണ്ടാകുന്നു. കൺവേർട്ട് പാർട്ടിയും കൺട്രി പാർട്ടി എന്ന പേരിൽ രണ്ട് ഗ്രൂപ്പുകൾ പിന്നെ എന്ത് ചെയ്യുന്നു? അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞത് കവലിയേഴ്സും റൗണ്ട് ഹെഡ്സുമാണ്. പിന്നെ ഈ ഒളിവർ ക്രോംവെലിൻ്റെ കാലഘട്ടത്തിന് ശേഷമുണ്ടായ രണ്ട് ഗ്രൂപ്പാണ് ഇത്. ഇനി ഇൻ ദ ഡേയ്സ് ഓഫ് ചാൾസ് സെക്കൻഡ് in 1679 an exclusion bill was introduced in the parliament. 1679 ചാൾസ് രണ്ടാമൻ്റെ കാലഘട്ടത്തിൽ ഒരു എക്സ്ക്ലൂഷൻ ബിൽ എന്ത് ചെയ്തു? പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്നു. ദ മെയിൻ പർപ്പസ് ഓഫ് ദിസ് ബിൽ വാസ് ടു എക്സ്ക്ലൂഡ് ജെയിംസ് സെക്കൻഡ്, ദ ബ്രദർ ഓഫ് ദ കിങ്. ആരും ഒഴിവാക്കുക? രാജാവിൻ്റെ സഹോദരനായ ജെയിംസ് സെക്കൻഡിനെ എന്ത് ചെയ്യണം? എക്സ്ക്ലൂഡ് ചെയ്യണം. ആ ഒരു ഉദ്ദേശമായിരുന്നു ഈ എക്സ്ക്ലൂഷൻ ബില്ലിൻ്റെ പിന്നിലുണ്ടായിരുന്നത്. ദ റിക്വസ്റ്റഡ് ദ കിങ് ടു സമൺ ദ പാർലമെൻറ്റ്. അപ്പോൾ അവർ രാജാവിനോട് എന്ത് ചെയ്യുന്നു? പാർലമെൻറ്റ് സമ്മേളനം വിളിച്ചു കൂട്ടാൻ ആവശ്യപ്പെടുന്നു. ദോസ് ഹു ഫസ്റ്റ് സെൻഡ് പെറ്റീഷൻസ് കാൾഡ് പെറ്റീഷനേഴ്സ്. ആദ്യമാണോ ഈ ജെയിംസ് സെക്കൻഡിനെ എക്സ്ക്ലൂഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പരാതി കൊടുത്തത് അവർ പിന്നെ പെറ്റീഷനേഴ്സ് എന്ന പേരിൽ എന്ത് ചെയ്തു? അറിയപ്പെടുകയുണ്ടാവുന്നു. ദോസ് ഹു ഒപ്പോസ്ഡ് സമൺ ദ പാർലമെൻറ്റ് കാൾഡ് Those who opposed to summon the parliament called uproarers. ഇപ്പോൾ രണ്ട് ഗ്രൂപ്പ് പിന്നെയും വരുന്നു. ഒന്ന് പെറ്റീഷനേഴ്സ്, ഈ ജെയിംസ് സെക്കൻഡിനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പെറ്റീഷൻ കൊടുത്ത ആളുകളെ നമുക്ക് എന്ത് വിളിക്കാം? പെറ്റീഷനേഴ്സ് എന്ന് പറയാം. ഈ പെറ്റീഷൻ കൊടുക്കുന്നതിനെ അല്ലെങ്കിൽ പാർലമെൻറ്റ് സമ്മേളനം വിളിച്ചു കൂടുന്നതിനെ എതിർത്ത ആളുകളെ നമുക്ക് എന്താ? അബ്ഹോറേഴ്സും എന്ത് ചെയ്യുന്നു? അറിയപ്പെടുന്നു. ലേറ്റർ ദ പെറ്റീഷനേഴ്സ് വെയർ കാൾഡ് വിഗ്സ്. ഈ പെറ്റീഷനേഴ്സ് പിന്നീട് വിഗ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പായിട്ട് മാറുന്നു. ആൻഡ് ദ അപ്പറേഴ്സ് കാൾഡ് ടോറിസ്. അങ്ങനെയാണ് അവിടെ രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാവുന്നത്. ഏതൊക്കെയാണ്? വിഗ്സ് ആൻഡ് ടോറിസ്. ഇൻ ദ 18th and 19th centuries the Whigs and Tories were the important political parties in England. 18ാം നൂറ്റാണ്ടിൻ്റെയും 19ാം നൂറ്റാണ്ടിലും കാലഘട്ടമായപ്പോൾ എന്ത് ചെയ്തു? വിഗ്സും ടോറിസും ഇംഗ്ലണ്ടിലെ പ്രധാനപ്പെട്ട രണ്ട് രാഷ്ട്രീയ പാർട്ടികളായിട്ട് മാറി. രാജാവിനെ അനുകൂലിച്ചിരുന്ന ഒരു വിഗ്സുമായി, രാജാവിനെ പ്രതികൂലിച്ചവരാരുമായി ടോറിസും ആവുന്നു. The revolution of 1688 was the result of combined activities of Whigs and Tories. 1688 ഇംഗ്ലണ്ടിലുണ്ടായ ഒരു വിപ്ലവം ഈ വിഗ്സിൻ്റെയും ടോറിസിൻ്റെയും കൂട്ടായ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടായിരുന്നു. വില്യം തേർഡ് ആൻഡ് മേരി സെക്യൂർഡ് ദ ത്രോൺ ബൈ ദ സപ്പോർട്ട് ഓഫ് ബോത്ത് വിഗ്സ് ആൻഡ് ടോറിസ്. ഇപ്പം വിഗ്സിൻ്റെയും ടോറിസിൻ്റെയും പിന്തുണയോടുകൂടി വില്യം തേർഡും മേരിയും എന്ത് ചെയ്തു? അവർക്ക് അധികാരം അല്ലെങ്കിൽ രാജ്യാധികാരം എന്ത് ചെയ്തു? ലഭിക്കുന്നതിന് ഈ പാർട്ടി സഹായിച്ചു. ഹി ബിഗാൻ ടു റീൻ ബൈ ഫോമിങ് എ മിനിസ്ട്രി കമ്പോസ്ഡ് ഓഫ് ബോത്ത് ദ പാർട്ടീസ്. അപ്പോൾ അദ്ദേഹം അധികാരത്തിൽ വന്നപ്പോൾ തന്നെ എന്ത് ചെയ്തു? ഈ വിഗ്സിലെയും ടോറിസിലെയും ആളുകളെ ചേർത്തുകൊണ്ട് ഒരു മിനിസ്ട്രി അവിടെ എന്ത് ചെയ്തു? രൂപീകരിക്കുക ചെയ്തു. സൂൺ ദ പാർട്ടീസ് ഹേറ്റഡ് ഈച്ച് അതർ. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? പാർട്ടികൾ പരസ്പരം വെറുക്കാൻ തുടങ്ങുന്നു. സോ ദിസ് എഗ്രിമെൻറ്റ് ഡിഡിൻറ്റ് വർക്ക് വെൽ. അപ്പോൾ ഈ ഒരു കോമ്പോസിഷൻ അല്ലെങ്കിൽ മിനിസ്ട്രി ഉണ്ടാക്കുക എന്ന് പറയുന്ന എഗ്രിമെൻറ്റ് ശരിയായ രീതിയിൽ എന്ത് ചെയ്തില്ല? പ്രവർത്തിച്ചില്ല. സൂൺ ദ പ്രാക്ടീസ് ഓഫ് സെലക്ടിങ് മിനിസ്റ്റേഴ്സ് ഫ്രം ദ
ദ മെജോറിറ്റി പാർട്ടി ഇൻ ദ പാർലമെൻറ്റ് റോൾസ്. അപ്പം അങ്ങനെയാണ് പാർലമെൻറ്റിൽ എന്ത് ചെയ്യുന്നത്. ഇപ്പോൾ രണ്ട് പാർട്ടിയും പരസ്പരം എതിർക്കാൻ തുടങ്ങിയപ്പോൾ ആ രണ്ട് പാർട്ടിക്കാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മന്ത്രിസഭ രൂപീകരിക്കാൻ കഴിയാതെ വന്നു. അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു, ഭൂരിപക്ഷമുള്ള പാർട്ടിയിലെ അംഗങ്ങളെ ചേർത്തുകൊണ്ട് മന്ത്രിസഭ ഉണ്ടാക്കുവാൻ ഇവർ എന്ത് ചെയ്യുന്നു, തീരുമാനിക്കുന്നു. In the development of the modern cabinet system, this practice has been important place. അപ്പോൾ ഇവിടെ ഈ ക്യാബിനറ്റ് സിസ്റ്റത്തിൻ്റെ ആവിർഭാവത്തോടുകൂടി ഭൂരിപക്ഷമുള്ള പാർട്ടിയിൽ നിന്നും എന്ത് ചെയ്യുന്ന മന്ത്രിമാരെ നിയമിക്കുന്ന ആ ഒരു പ്രവണത ഇവിടെ എന്ത് ചെയ്തു, ആരംഭിക്കുകയുണ്ടാവുന്നു. ദിസ് ഗ്രേറ്റ്ലി ഇൻക്രീസ് ദ പവർ ആൻഡ് ഇൻഫ്ലുവൻസ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ്. ഇതെന്തിന് കാരണമാകുന്നു, രാഷ്ട്രീയ പാർട്ടികളുടെ അധികാരത്തിലും ശക്തിയിലും വർധനവുണ്ടാകുന്നതിന് കാരണമാകുന്നു. ആഫ്റ്റർ വില്യം തേർഡ് ക്യൂൻ ആനി ബിക്കെയിം ദ റൂളർ. അപ്പോൾ വില്യം തേർഡിന് ശേഷം ആര് വരുന്നു, ക്യൂൻ ആനി അധികാരത്തിൽ വരുന്നു. ഡ്യൂറിങ് ഹെർ റെയിൻ ദ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ദി വിക്സ് ആൻഡ് ടോറസ് ബിക്കെയിം വെരി ബെറ്റർ. അപ്പോൾ ഇവരുടെ കാലഘട്ടമായപ്പോൾ എന്ത് ചെയ്തു, ഈ വിക്സും ടോറസും തമ്മിലുള്ള തർക്കം വളരെയധികം ശക്തമായിട്ട് മാറുന്നു. ഇൻ ഓൾ ഇമ്പോർട്ടൻറ്റ് മാറ്റേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് ദേ ഹെൽഡ് ഓപ്പോസിറ്റ് വ്യൂസ്. രാഷ്ട്രവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളിലും അവർ അവരുടേതായിട്ടുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങി, കാഴ്ചവെക്കാൻ തുടങ്ങുന്നു. ടോറിസ് വെയർ ദ അഡ്വക്കേറ്റ്സ് ഓഫ് സ്ട്രോങ് മൊണാർക്കി. ടോറിസ് ഇതിനെ പിന്തുണച്ചു ഒരു മൊണാർക്കിക്കൽ സിസ്റ്റം, ഒരു സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള മൊണാർക്കിക്കൽ സിസ്റ്റം വേണമെന്നും. ദ ഫോറിൻ പോളിസി ദേ ഹാഡ് ഫോറിൻ പോളിസി ആൾസോ ദേ ഹാഡ് ഓപ്പോസിറ്റ് വ്യൂസ്. വിദേശ നയത്തിൽ പോലും അവർക്ക് വ്യത്യസ്ത കാഴ്ചപ്പാടുകളുണ്ടായിരുന്നു. ദ വിക്സ് ഫേവേർഡ് വാർ വൈൽ ദ ടോറിസ് ഡിസ്കറേജ് വാർ. വിക്സ് എന്ന് പറയുന്ന രാജാവിനെ അനുകൂലിച്ചിരുന്ന ഗ്രൂപ്പുകൾ യുദ്ധം വേണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ ടോറിസ് എന്ത് ചെയ്തു, യുദ്ധത്തെ എതിർക്കുക ചെയ്തു. ഡ്യൂറിങ് ദ റെയിൻ ഓഫ് ആൻ ഓൺ പാർട്ടി വാസ് നോട്ട് ഏബിൾ ടു റൂൾ. ഇപ്പോൾ ആനിയുടെ കാലഘട്ടമായപ്പോൾ എന്താ, ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രം ഭരണം നടത്താൻ കഴിയാതെ വന്നു. From 1702 to 1706, the Whigs party ruled over England. The Tories ruled from 1706 to 1710. അപ്പോൾ 1702 മുതൽ 1706 വരെ ഇംഗ്ലണ്ടിൽ ഭരണം നടത്തിയ ആരായിരുന്നു, വിക്സ് പാർട്ടി ആയിരുന്നു. 1706 മുതൽ 1710 വരെ ആരും ഭരിച്ച ടോറിസ്. അപ്പോൾ ഇങ്ങനെ ഒരു ആൾട്ടർനേറ്റീവായിട്ട് വിക്സും ടോറിസും ഇവിടെ എന്ത് ചെയ്തു, അധികാരത്തിൽ മാറി വരാനായിട്ട് തുടങ്ങി. So in 1714, Hanover is occupied the English throne. 1714 ഹനോവൽസ് എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്തു, ബ്രിട്ടൻ്റെ അധികാരം ഏറ്റെടുക്കുന്നു. വിത്ത് ദാറ്റ് ഗുഡ് ഡേയ്സ് ക്ലെയിംഡ് ഫോർ ദ വിക് പാർട്ടി. അപ്പോൾ ആ ഒരു ഭരണാധികാരം ഉണ്ടാവാൻ ഇവിടെ കാരണമെന്ന് പറയുന്നത് ഈ വിക് പാർട്ടിക്കാരായിരുന്നു. ഫോർ 45 years ദ വിക്സ് റൂൾഡ് കണ്ടിന്യൂസ്ലി. ഏകദേശം 45 വർഷക്കാലം വിക് പാർട്ടിയായിരുന്നു ഇവിടെ ഭരിച്ചിരുന്നത്, ഇംഗ്ലണ്ടിൽ ഭരണം നടത്തിയിരുന്നത്. ഡ്യൂറിങ് ദ ഫസ്റ്റ് ടു ഹനോവേറിയൻസ്, ദാറ്റ് ഈസ് ജോർജ് ഫസ്റ്റ് ആൻഡ് ജോർജ് സെക്കൻഡ്, ദ വിക് പാർട്ടി കാൾഡ് എ മെജോറിറ്റി ഇൻ ദ പാർലമെൻറ്റ്. അപ്പോൾ ഈ ഹനോവേറിയൻസ് രാജാക്കന്മാരായ ജോർജ് ഫസ്റ്റിൻ്റെയും സെക്കൻഡിൻ്റെയും കാലഘട്ടത്തിൽ വിക് പാർട്ടിക്ക് പാർലമെൻറ്റിൽ എന്ത് കിട്ടി, ഒരു ഭൂരിപക്ഷം കിട്ടുകയുണ്ടാവുന്നു. സോ ദ വി ആർ ഏബിൾ ടു എൻജോയ് സച്ച് ലോങ് പീരീഡ് ഓഫ് അതോറിറ്റി. അങ്ങനെ അവർക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു, കൂടുതൽ കാലം, ദൈർഘ്യകാലത്തോളം എന്ത് ചെയ്യാൻ, അധികാരത്തിരിക്കാനായിട്ട് കഴിഞ്ഞു. ഇൻ 1760 ജോർജ് തേർഡ് ബിക്കെയിം ദ കിങ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, 1760 ജോർജ് മൂന്നാമൻ ഇവിടുത്തെ അധികാരിയാവുന്നു. ഹി ബിഗാൻ ടു ഡിക്ലെയർ So by the end of 18th century, these parties had became strong enough to play decisive role in English parties. എന്ത് ചെയ്തു, ഈ 18ാം നൂറ്റാണ്ടിൻ്റെ അവസാനമായപ്പോഴേക്കും ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടി വിക്സിനും ടോറിസിനും വളരെ ക്രിയാത്മകമായിട്ടുള്ള ഒരു പങ്ക് ഇംഗ്ലീഷ് പാർട്ടീസിൽ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇംഗ്ലീഷ് പൊളിറ്റിക്കൽ പാർട്ടീസിനിടയിൽ എന്ത് ചെയ്യുന്നു, ഉണ്ടാകുന്നു. ഗ്രാജുവലി ദ വിക് പാർട്ടി ബിക്കെയിം ദ ലേബർ പാർട്ടി ആൻഡ് ദ ടോറി പാർട്ടി ബിക്കെയിം ദ കൺസർവേറ്റീവ് പാർട്ടി. അപ്പം അങ്ങനെയാണ് ഈ വിക്കിൽ നിന്നും ലേബർ പാർട്ടിയും ടോറസിൽ നിന്നും എന്തുണ്ടാകുന്നു, കൺസർവേറ്റീവ് പാർട്ടി. അപ്പോൾ ഈ രണ്ട് പാർട്ടികളാണ് ഇവിടെ നിൽക്കപ്പെടുന്നത്. അമേരിക്കയിൽ ഇപ്പോഴും ലേബർ പാർട്ടിയും ബ്രിട്ടനിൽ നിൽക്കപ്പെടുന്ന ലേബർ പാർട്ടിയും കൺസർവേറ്റീവ് പാർട്ടി, രണ്ട് പാർട്ടി സിസ്റ്റം എന്ത് ചെയ്യുന്നു. അപ്പോൾ അതിന് ഉത്ഭവം എന്ന് പറയുന്നത് എവിടുന്ന, വിക്സിൽ നിന്നും ടോറസിൽ നിന്നും ആയിരുന്നു. Origin and development of cabinet system in England. The real responsible executive in Britain is the cabinet.
ഇപ്പോൾ ബ്രിട്ടനിലെ യഥാർത്ഥ ഉത്തരവാദിത്തപ്പെട്ട എക്സിക്യൂട്ടീവാണ് ഏതാ? ക്യാബിനറ്റ് എന്ന് പറയും. സോ ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ദ പ്രൈം മിനിസ്റ്റർ ഈസ് കാൾഡ് ക്യാബിനറ്റ്. ബ്രിട്ടനിലെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ വരുന്ന മന്ത്രിസഭയാണ് നമ്മൾ എന്ത് വിളിക്കുക? ക്യാബിനറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ സ്റ്റിയറിംഗ് വീൽ ഓഫ് ദ ഷിപ്പ് ഓഫ് ദ സ്റ്റേറ്റ്. സ്റ്റേറ്റ് ആകുന്ന ഷിപ്പിൻ്റെ സ്റ്റിയറിംഗ് വീലാണ് ഏതാ? ക്യാബിനറ്റ് എന്ന് പറയുന്നത്. The leaders of the majority party in the parliament is chosen as the prime minister. പാർലമെൻറ്റിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെ നേതാവിനെ നമ്മൾ ആരായി നിയമിക്കും? പ്രധാനമന്ത്രിയായിട്ട് നിയമിക്കും. He select members of his cabinet from certain members of his party. അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ ചില ആളുകളെ ക്യാബിനറ്റിൽ അംഗമായിട്ട് ആര്? പ്രധാനമന്ത്രി എന്ത് ചെയ്യുന്നു? നിയമിക്കുന്നു. They work as a team. അവർ ടീമായിട്ട് പ്രവർത്തിക്കുന്നു. They are responsible to the House of Commons. അവർക്ക് ആരുടെ? ഹൗസ് ഓഫ് കോമൺസിനോട് ഉത്തരവാദിത്വം അവർക്ക് എന്ത് ചെയ്യും? ഉണ്ടായിരുന്നു. ഈ ക്യാബിനറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയും അദ്ദേഹത്തിൻ്റെ ഏറ്റവും ട്രസ്റ്റഡ് ആയിട്ടുള്ള കൊളീഗ്സും കൂടി ചേർന്നുണ്ടാക്കുന്ന ഒരു ഇന്നർ ബോഡിയാണ് ഏതാ? ക്യാബിനറ്റ് എന്ന് പറയുന്നത്. അപ്പം എല്ലാ മിനിസ്റ്റേഴ്സും ക്യാബിനറ്റിലെ അംഗങ്ങളാവണമെന്നില്ല, പക്ഷേ എല്ലാ ക്യാബിനറ്റ് അംഗങ്ങളും അവിടുത്തെ മിനിസ്ട്രിയിലെ അംഗങ്ങളായിരുന്നു. അപ്പോൾ ഈ ക്യാബിനറ്റ് സിസ്റ്റം ഓഫ് ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് ഈസ് ദ ഗ്രേറ്റസ്റ്റ് കോൺട്രിബ്യൂഷൻ ഓഫ് ദ ഇംഗ്ലീഷ് പീപ്പിൾ. ഇംഗ്ലീഷ് പീപ്പിളുടെ അല്ലെങ്കിൽ ഇംഗ്ലീഷുകാരുടെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷനായിട്ട് നമുക്ക് എന്തിനെ കണക്കാക്കാം? ഈ ക്യാബിനറ്റ് സിസ്റ്റം എന്ത് ചെയ്യാം? കണക്കാക്കാനായിട്ട് കഴിയും. So from the very beginning of the English history there was a council. ഇപ്പം ബ്രിട്ടീഷ് ഹിസ്റ്ററിയുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിൻ്റെ തുടക്കത്തിൽ ഇംഗ്ലണ്ടിലൊരു കൗൺസിൽ ഉണ്ടായിരുന്നു. Their main work was to advise and help on the matters of administration. അവരുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ഭരണകാര്യങ്ങളിൽ ആവശ്യമായ സഹായങ്ങൾ എന്ത് ചെയ്യുക. ഇനി in the 16th century, Tudor king began to call the council as Privy Council. ട്യൂഡർ രാജാവ് 16-ാം നൂറ്റാണ്ടിൽ ഇങ്ങനെ നിലനിർത്തിരുന്ന ഈ കൗൺസിലിനെ വിളിച്ച പേരായിരുന്നു പ്രിവി കൗൺസിൽ. ഇൻ ദ പ്രിവി കൗൺസിൽ ദ കിങ് ഹാഡ് എ വെരി ഇമ്പോർട്ടൻറ്റ് പ്ലേസ്. ഈ പ്രിവി കൗൺസിലിൽ ആർക്ക്? രാജാവിന് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം ഉണ്ടായിരുന്നു. ആഫ്റ്റർ ദ റീസ്റ്റോറേഷൻ ഓഫ് മൊണാർക്ക് ഇൻ 1660 അതർ ചേഞ്ചസ് ആൾസോ ടു പ്ലേസ്. പക്ഷേ 1660 എന്ത് ചെയ്തു? അവിടുത്തെ ആ മൊണാർക്കിക്കൽ അഡ്മിനിസ്ട്രേഷനിൽ ഒരു റീസ്റ്റോറേഷൻ എന്ത് ചെയ്തു? നടപ്പിലാക്കിയപ്പോൾ ധാരാളം മാറ്റങ്ങൾ ഇവിടെ എന്ത് ചെയ്തു? കൊണ്ടുവന്നു. ചാൾസ് III ഫോംഡ് എ സ്മാളർ കൗൺസിൽ ഫ്രം എമംഗ് ദ മെമ്പേഴ്സ് ഓഫ് ദ പ്രിവി കൗൺസിൽ. ഈ ചാൾസ് മൂന്നാമൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ ട്യൂഡർ രാജാവിൻ്റെ കാലത്ത് നമ്മൾ പറഞ്ഞ എന്താണ്? ഒരു കൗൺസിൽ ഉണ്ടായിരുന്നു, അതിനെ വിളിച്ച് പ്രിവി കൗൺസിൽ എന്നാണ്. എന്നാൽ 1660 ഇവിടെ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഇതിൻ്റെ ഫലമായിട്ട് ചാൾസ് മൂന്നാമൻ ഈ പ്രിവി കൗൺസിലിൽ നിന്നും സെപ്പറേറ്റ് ഒരു കൗൺസിലിനെ എന്ത് ചെയ്യുന്നു? ഉണ്ടാക്കുന്നു. അറ്റ് ഫസ്റ്റ് ദിസ് കൺക്ലൂഡഡ് ഓൺലി 5 മെമ്പേഴ്സ്. ഇതിലാദ്യം എന്താണ്? 5 പേര് മാത്രമേ ഇതിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ. സോ ഇറ്റ് വാസ് കാൾഡ് ക്യാമ്പൽ ഓർ ക്യാബിനറ്റ്. ഇതിനെന്താണ്? ക്യാമ്പൽ എന്നോ അല്ലെങ്കിൽ ക്യാബിനറ്റ് എന്നോ ആയിരുന്നത് ഈ 5 പേരടങ്ങുന്ന ഈ സമിതിയെ എന്ത് ചെയ്യുന്നത്? വിളിച്ചിരുന്നു. ബിക്കോസ് ഇറ്റ് യൂസ്ഡ് ടു മീറ്റ് ഇൻ എ സ്മാൾ റൂം നിയർ ദ പാർലമെൻറ്റ് ഹാൾ. എന്തുകൊണ്ട് ക്യാമ്പൽ അല്ലെങ്കിൽ എന്തുകൊണ്ട് ക്യാബിനറ്റ് എന്ന് വിളിച്ചതെന്ന് ചോദിച്ചാൽ പാർലമെൻറ്റ് ഹാളിനോട് അടുത്ത് ചെയ്യുന്ന ഒരു ചെറിയ റൂമിലായിരുന്നു ഈ 5 പേര് എന്ത് ചെയ്തിരുന്നത്? സമ്മേളിക്കുക ചെയ്തിരുന്നത്. ഇറ്റ്സ് മെമ്പേഴ്സ് വെയർ നോട്ട് ദ മെമ്പേഴ്സ് ഓഫ് എനി പൊളിറ്റിക്കൽ പാർട്ടി. അപ്പോൾ ഈ ക്യാമ്പലിലെ അംഗങ്ങളെന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയിലെയും അംഗം അല്ലായിരുന്നു. ദെർ വാസ് നോ പ്രൈം മിനിസ്റ്റർ. അവിടെ ആരും ഇല്ലായിരുന്നു, അവർക്ക് പ്രൈം മിനിസ്റ്റർ ഇല്ലായിരുന്നു. സോ ദ മെമ്പേഴ്സ് വെയർ നോട്ട് റെസ്പോൺസിബിൾ ടു ദ ഹൗസ് ഓഫ് കോമൺസ്. ഈ മെമ്പേഴ്സിന് ഹൗസ് ഓഫ് കോമൺസിനോട് യാതൊരു വിധമായ ഉത്തരവാദിത്വവും ഇല്ലായിരുന്നു. അണ്ടർ ജെയിംസ് II ആൾസോ ദി ക്യാബിനറ്റ് ഫങ്ഷൻ ദ സെയിം വേ. അപ്പോൾ പിന്നെ ജെയിംസ് II കാലഘട്ടത്തിൽ എന്താ? ഈ ക്യാബിനറ്റ് പ്രവർത്തനം ഈ രീതിയിൽ ആയിരുന്നു. ആഫ്റ്റർ ദ റവല്യൂഷൻ ഓഫ് 1688 ദി ക്യാബിനറ്റ് ഗ്രൂ ഇൻ ടു എ കൗൺസിൽ ഓഫ് മെമ്പേഴ്സ് റെസ്പോൺസിബിൾ ടു ദ പാർലമെൻറ്റ്. എന്നാൽ
ഗ്ലോറിയസ് റവല്യൂഷന് ശേഷം 1688 ഗ്ലോറിയസ് റവല്യൂഷന് ശേഷം ക്യാബിനറ്റ് ഒരു കൗൺസിൽ ഓഫ് മെമ്പേഴ്സായിട്ട് എന്ത് ചെയ്ത് വളരുകയും അവർക്ക് പാർലമെൻറ്റിനോട് എന്ത് ചെയ്യുന്നൊരു ഉത്തരവാദിത്വം വെച്ച് പുലർത്തുകയും ചെയ്തു. വില്യം സെക്കൻഡ് അറ്റ് ഫസ്റ്റ് കളക്റ്റഡ് ദ മെമ്പേഴ്സ് ഓഫ് ഹിസ് ക്യാബിനറ്റ് ടു ഫോം പൊളിറ്റിക്കൽ പാർട്ടി. എന്നാൽ വില്യം സെക്കൻഡ് എന്ത് ചെയ്തു, ആദ്യമായിട്ട് ഈ ക്യാബിനറ്റ് മെമ്പേഴ്സിനെ എല്ലാം കൂടി ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ത് ചെയ്യുവാൻ രൂപീകരിക്കാനായിട്ട് തീരുമാനിച്ചു. എന്നാൽ soon he found that it is more convenient to select his ministers among the members of same political parties. പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലായി എന്താണ്, ഒരേ രാഷ്ട്രീയ പാർട്ടിയിലെ അംഗങ്ങളിൽ നിന്നും ഈ മിനിസ്റ്റേഴ്സിനെ അല്ലെങ്കിൽ ക്യാബിനറ്റിലെ മെമ്പേഴ്സിനെ തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു മാർഗമെന്ന് അദ്ദേഹം എന്ത് ചെയ്തു, മനസ്സിലാക്കുക ചെയ്തു. So it was essential for the efficient and smooth working of the cabinet. അപ്പോൾ അത് ക്യാബിനറ്റിൻ്റേതായ ഒരു ശരിയായ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ സ്മൂത്തായ പ്രവർത്തനത്തിന് അനിവാര്യമായിട്ട് ക്യൂൻ ആനി ആൾസോ കണ്ടിന്യൂഡ് ദ സെയിം പോളിസി. അദ്ദേഹത്തിന് ശേഷം വന്ന ക്യൂൻ ആനിയും എന്ത് ചെയ്തു, ഈ ഒരു പോളിസി തന്നെയാണ് എന്താ ഫോളോ ചെയ്തത്. വിത്ത് ദ അഡ്വെന്റ് ഓഫ് ദ ഹനോവേറിയൻ ആഫ്റ്റർ 1714 മേജർ ഇമ്പോർട്ടൻറ്റ് ചേഞ്ചസ് ടു പ്ലേസ് ഇൻ ദ വർക്കിംഗ് ഓഫ് ദി ക്യാബിനറ്റ് സിസ്റ്റം. എന്നാൽ 1714 ഹനോവേറിയൻ രാജവംശം, ഞാൻ നേരത്തെ പറഞ്ഞ ജോർജ് ഫസ്റ്റും ജോർജ് സെക്കൻഡും അധികാരത്തിൽ വന്ന അതിനുശേഷം ചില പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ക്യാബിനറ്റ് സിസ്റ്റത്തിൻ്റെ പ്രവർത്തനത്തിൽ ഉണ്ടായി. ദ ഫസ്റ്റ് ഹനോവേറിയൻ ടീം ജോർജ് ഫസ്റ്റ് വാസ് ഇഗ്നറൻ്റ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഈ ഹനോവേറിയൻ ഡൈനാസ്റ്റിയിലെ ജോർജ് ഫസ്റ്റിന് എന്തറിയില്ലായിരുന്നു, ഇംഗ്ലീഷ് ഭാഷ അറിയുകയില്ല. ഇംഗ്ലണ്ടിലായിട്ടും ഇംഗ്ലണ്ടുകാരനല്ല അല്ല. സോ ഹി ആസ്ക്ഡ് വൺ ഓഫ് ദ മിനിസ്റ്റേഴ്സ് ടു പ്രിസൈഡ് ഓവർ ദ ക്യാബിനറ്റ് മീറ്റിംഗ്. അദ്ദേഹം എന്ത് ചെയ്തു, തൻ്റെ മിനിസ്റ്റേഴ്സിൽ ഒരാളോട് ക്യാബിനറ്റ് മീറ്റിംഗ് പ്രിസൈഡ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. ദിസ് മീറ്റിംഗ് വാസ് ആഫ്റ്റർവേർഡ്സ് കാൾഡ് ദ പ്രൈം മിനിസ്റ്റർ. അപ്പോൾ ആ ഒരാളെ പ്രിസൈഡ് ചെയ്യാൻ വേണ്ടി നിയമിച്ച് നമ്മൾ പറഞ്ഞില്ല. അപ്പോൾ ആളാണ് പിന്നീട് ആരായിട്ട് മാറിയത്, പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്ന പദവിയിലേക്ക് പോകുന്നത്. ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ വാസ് റോബർട്ട് വാൾപോൾ. ആദ്യത്തെ ബ്രിട്ടനിലെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് റോബർട്ട് വാൾപോൾ ആയിരുന്നു. ഹി വാസ് ദ ലീഡർ ഓഫ് ദി വിഗ് പാർട്ടി. അദ്ദേഹം വിഗ് പാർട്ടിയിലെയും നേതാവായിരുന്നു. ഹി ഹാഡ് എ മെജോറിറ്റി ഓൺ ദ ഹൗസ് ഓഫ് കോമൺസ്. ഹൗസ് ഓഫ് കോമൺസിനുള്ളിൽ അദ്ദേഹത്തിന് ഗംഭീരമായ ഭൂരിപക്ഷവും ഉണ്ടായിരുന്നു. Thus the Prime Minister became the most important member of cabinet. അങ്ങനെ പ്രധാനമന്ത്രി എന്തായി മാറി, ഈ ക്യാബിനറ്റിലെ പ്രധാനപ്പെട്ട ഒരു അംഗമായിട്ട് എന്ത് ചെയ്യുന്നു, മാറുന്നു. ഇറ്റ് ബിക്കെയിം ദ പ്രൈം മിനിസ്റ്റേഴ്സ് ഡ്യൂട്ടീസ് ടു സെലക്ട് ദ മെമ്പേഴ്സ് ഓഫ് ദി ക്യാബിനറ്റ്. ഇവിടെ ക്യാബിനറ്റിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് ആരുടെ മാത്രം ചുമതലയായി, പ്രധാനമന്ത്രിയുടെ ചുമതലയായിട്ട് മാത്രം മാറുന്നു. Thus in the days of George I, ക്യാബിനറ്റ് ബിക്കെയിം ദ റിയൽ പവർഫുൾ എക്സിക്യൂട്ടീവ് ഓഫ് ദി കൺട്രി. അങ്ങനെ ജോർജ് ഫസ്റ്റിൻ്റെ കാലഘട്ടമായപ്പോഴേക്കും എന്ത് ചെയ്തു, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ഓർഗനായിട്ട് അല്ലെങ്കിൽ പവർഫുൾ ആയിട്ടുള്ള എക്സിക്യൂട്ടീവായിട്ട് എന്ത് മാറുന്നു, ഈ ക്യാബിനറ്റ് മാറുന്നു. ഡ്യൂറിംഗ് ദി പീരീഡ് ഓഫ് ദി നെക്സ്റ്റ് കിങ് ജോർജ് സെക്കൻഡ് ആൾസോ ദ പ്രൈം മിനിസ്റ്റർ കണ്ടിന്യൂഡ് ടു മാനേജ് ദ അഫയേഴ്സ് ഓഫ് ദ ലാൻഡ്. അപ്പോൾ ഈ ജോർജ് സെക്കൻഡ് കാലഘട്ടമായപ്പോഴേക്കും എന്ത് ചെയ്തു, ആ പ്രധാനമന്ത്രി രാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ മാനേജ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിരുന്നു. വാൾപോൾ വാസ് ദ പ്രൈം മിനിസ്റ്റർ വെൻ ദ ഗ്രീക്ക് പാർട്ടി സീസ്ഡ് ടു എൻജോയ് ദ മെജോറിറ്റി ഓഫ് ദി ഹൗസ് ഓഫ് കോമൺസ്. അപ്പോൾ വാൾപോൾ പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഈ ഗ്രീക്ക് പാർട്ടിക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല, ഹൗസ് ഓഫ് കോമൺസിൻ്റെ മെജോറിറ്റി എൻജോയ് ചെയ്യുവാനായിട്ട് കഴിഞ്ഞില്ല. സോ വാൾപോൾ ആൾസോ സീസ്ഡ് ടു ദ പ്രൈം മിനിസ്റ്റർ. അങ്ങനെ വാൾപോളിനെ എന്താക്കി മാറ്റി, പ്രധാനമന്ത്രി സ്ഥാനത്ത് എന്ത് ചെയ്യുന്നു, സീസ് ചെയ്യുന്നു. ദ ബിഗ് സൂപ്പർമസി കെയിം ടു ആൻ എൻഡ് വിത്ത് ദിസ്. ഈ ഒരു സമയത്തിന് ശേഷമാണ് എന്താ ബിഗിൻ്റെ ഭൂരിപക്ഷം സൂപ്പർമസി എവിടെ ഇല്ലാതാവുന്നത്, ഇംഗ്ലണ്ടിൽ ഇല്ലാതാകും. ഇനി ഇൻ 1760 ജോർജ് തേർഡ് ആൻഡ് ദ സൺ ഓഫ് ജോർജ് സെക്കൻഡ് ബിക്കെയിം ദ കിങ്. 1760 ജോർജ് തേർഡും ജോർജ് സെക്കൻഡും ഇവിടുത്തെ രാജാവാകുന്നു. ഹി ന്യൂ ഇംഗ്ലീഷ് വെരി വെൽ ബിക്കോസ് ഹി ബോൺ ആൻഡ് ബോട്ടപ്പ് ഇൻ ഇംഗ്ലണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് എന്തറിയാമായിരുന്നു, ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാമായിരുന്നു. കാരണം അദ്ദേഹം വളർന്നതും ജീവിച്ചതും എല്ലാം എവിടെയാണ്, ഇംഗ്ലണ്ടിൽ ആയിരുന്നു. ഹി വാണ്ടഡ് എ റിയൽ കിങ്
അദ്ദേഹത്തിന് എന്താവണം ആഗ്രഹിച്ചു? ഒരു യഥാർത്ഥ രാജാവാകാൻ. ഹി വാസ് ഡിറ്റർമൈൻഡ് റീഗെയിൻ ആൾ ദ പവേഴ്സ് ലോസ്റ്റ് ബൈ ദ മൊണാക്സ്. ഈ മൊണാക്സിൽ കൂടി നഷ്ടപ്പെട്ടു പോയ എല്ലാ അധികാരങ്ങളും തിരിച്ചു പിടിക്കാൻ അദ്ദേഹം ഓർഡർ ചെയ്യുന്നു. In the days of George I and II, he wanted to despair the cabinet of his greater powers. എന്ത് ചെയ്യുവാൻ ഈ ജോർജ് ഫസ്റ്റിൻ്റെയും ജോർജ് സെക്കൻഡിൻ്റെയും കാലഘട്ടത്തിൽ അദ്ദേഹം ഈ ക്യാബിനറ്റിൻ്റെ ആ ഒരു ഗ്രേറ്റ് പവർ ഡെസ്പെയർ ചെയ്യുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി. But the king did not succeed in his attempt to make a real executive of the state. പക്ഷേ സ്റ്റേറ്റിലെ എക്സിക്യൂട്ടീവ് അടങ്ങുന്ന ഒരു സമിതി ഉണ്ടാക്കാൻ എന്ത് ചെയ്തില്ല, കഴിയാതെ വന്നു. ആഫ്റ്റർ ജോർജ് III നോ ഇംഗ്ലീഷ് ലാംഗ്വേജ് to rule the country in his own way. അപ്പോൾ ഈ ജോർജ് III ഇംഗ്ലീഷ് അറിയാമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം രാജ്യത്തെ സ്വന്തം ഇഷ്ടപ്രകാരം എന്ത് ചെയ്യാൻ തീരുമാനിച്ചു, ഭരിക്കാൻ തീരുമാനിച്ചു. ദി ക്യാബിനറ്റ് സ്റ്റിൽ ഫങ്ഷൻ ഇൻ ഇംഗ്ലണ്ട് ആസ് റിയൽ റെസ്പോൺസിബിലിറ്റി. ഇപ്പോൾ ഇന്ത്യ ഇംഗ്ലണ്ടിൽ നമുക്ക് എന്ത് കാണാം? യഥാർത്ഥ എക്സിക്യൂട്ടീവായിട്ട് ആര് പ്രവർത്തിക്കുന്നു? പിന്നെ ക്യാബിനറ്റ് എന്ത് ചെയ്യുന്നു? പ്രവർത്തിക്കുന്നു. രാജാവ് എന്ന് പറയുന്ന വെറും ഒരു നോർമൽ എക്സിക്യൂട്ടീവ് ഹെഡായിട്ട് ഇപ്പോഴും എന്ത് ചെയ്യുന്നു? നിൽക്കുക ചെയ്യും.